കാലം. പച്ചക്കറി പോലും കല്യാണത്തിന് കൊണ്ടുവരുമ്പോൾ സ്വർണം കൊണ്ടുവരുന്ന പോലെ കൊണ്ടുവരണം. സ്വർണം വാങ്ങാൻ പോയാൽ കാശൊക്കെ കൊടുത്താൽ പറയില്ല എന്താണെന്നറിയോ, സ്വർണ്ണപ്പം വരെ കൊണ്ടുപോകില്ല, രാവിലെ വന്ന് കൊണ്ടുപോകുള്ളൂ കല്യാണത്തിൻ്റെ അന്ന്. കാരണം അതിന് കാവലിരിക്കാൻ പറ്റൂല. അതേമാതിരിയാണ് അഥവാ ഇനി ഉള്ളിച്ചാക്ക് തലേ ദിവസം എത്തിയാൽ വെല്ലിപ്പ ഈ ഫ്ലാസ്കും ഗ്ലാസ് ടൈമൊക്കെ കയറിയിരിക്കുക. ഇതിമക്കാരും വരെ എടുത്തുന്നു കട്ടൻ ചായയും കുടിച്ച് ഉറക്കൊഴിച്ച് ഉള്ളിക്ക് കാവലിരിക്കുക. ഉള്ളിയല്ലാതെ എന്ന് ചോദിച്ചപ്പോൾ ഉള്ളിയേട്ടാന്ന് പറയടാ 46 എന്നാ പറയുന്നത് അറിയോ. തക്കാളിയുടെ മേലെ മറ്റുള്ളവരൊക്കെ ഇരിക്കുക, അമ്മായി മൂത്തമ്മയൊക്കെ കാവലാണ്. നിങ്ങൾക്കറിയോ ആ റൂമിലേക്ക് പോകണ്ട, അവിടെ ചപ്പും പൊതിനെയാണ്. CIS ചെയ്യാൻ തോന്നിപ്പോ റൂമിൽ ചപ്പും പൊതിനെയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. എവിടെ കല്യാണത്തിന് പുതിയാപ്പിള വാങ്ങണതിൻ്റെ മുമ്പ് വരെ സുർക്ക തിരഞ്ഞിട്ട് കാണാനില്ല. ഇപ്പം സ്പ്രേ കുപ്പിയുടെ ഒപ്പെടുത്ത് വെച്ചിരിക്കുക അൽമാറയിൽ. മുതലാവലോടോ ഇതേതാ ഭരണം എന്നറിയാം. ഈ രാജ്യത്തെ ജനങ്ങളെ മുഴുവൻ എല്ലാ നിലക്കും ദ്രോഹിച്ചു അല്ലേ. ആരോഗ്യവകുപ്പ് ഞാൻ പറയണോ, ശ്രീമതി ടീച്ചർ ആകെ നൽകിയ സ്വതക്ക മന്ദിന് നൽകിയ ഒരു ഗുളികയാണ്. അതോടുകൂടി കേരളം മുഴുവൻ മന്ദപ്പായില്ലേ. ഗുളിക കൊടുത്തപ്പോൾ തുടങ്ങിയതാ ജനഗണമന. പിറ്റേ ദിവസത്തിലാ ജനഗണ നിന്നത്. അമ്മാതിരി മന്ദപ്പാക്കി മാറ്റി. ഏതെങ്കിലും ഒരു രംഗത്ത് മെച്ചെന്ന് പറയാൻ കഴിയോ? ഇങ്ങനെ നമ്മൾ നിറഞ്ഞു നിൽക്കുക. ഞാൻ ചുരുക്കുക, നമ്മൾ ജയിച്ചപ്പോൾ അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ്, ആ വിജയാഹ്ലാദത്തിന് മങ്ങലേൽപ്പിക്കാനാണ് കാസർകോട്ട് ഒരു ഷെഫീഖിൻ്റെ നേരെ രാംദാസ് പോത്തൻ എന്ന പോയത്തക്കാരൻ വെടിവെച്ചത്. ആ പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞത് ഞാൻ അഭിമാനം കൊള്ളുന്നു എന്നാണ്. ആ പോലീസ് ഉദ്യോഗസ്ഥനൊരു കാര്യം മനസ്സിലാക്കിക്കൊണ്ട് എൻ്റെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് കോഴിക്കോട്ട് യൂത്ത് മീറ്റിൽ വെച്ച് പറഞ്ഞു, ആ ഉദ്യോഗസ്ഥനെ വെറുതെ വിടുന്ന പ്രശ്നമില്ല. നിങ്ങൾക്കറിയോ അമ്മാതിരി പോലീസുകാരെ വളർത്തുന്നവർ ശ്രദ്ധിച്ചോ, ഒരു ആഹ്ലാദ പ്രകടനത്തിൻ്റെ മങ്ങലേൽപ്പിക്കാനാണ് അത്രേ ആ വെടിവെച്ചത്. ഇതേപോലെ ചെറിയ തുറയിലുണ്ടായി, നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഈട്ടി ജയിച്ചു, അഹമ്മദ് സാഹിബ് ജയിച്ചു, കേരളം നമ്മൾ തൂത്തുവാരിയപ്പോൾ ചെറിയ തുറയിൽ ഒരു വെടിവെപ്പ്, ഒരു പ്രകോപനമില്ലാതെ ഒരു ഗുണ്ടയെ പിടിക്കാൻ നാട്ടുകാർ പറയുമ്പോൾ നാട്ടുകാർക്ക് നേരെ വെടിവെച്ചു. പുറത്താ വെടി കൊണ്ടത്. കൊടിയേരി പറഞ്ഞത് എന്താ, അവർ കലാപകാരികളായിരുന്നു എന്നാണ്. ആ സാധുക്കൾ പായുമ്പോഴാണ് വെടിവെച്ചത്. എന്നിട്ട് പറയാ കലാപകാരികളായിരുന്നു. എവിടെങ്കിലും ഉണ്ടോ മക്കളെ ബാക്കടിച്ചിട്ട് കലാപത്തിന് വരൽ? ഒരു റിവേഴ്സ് ഗിയറിലൊരു കലാപം ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ്. അപ്പം എന്താ കാസർകോട്ട് ചെയ്തതും അതാണ്. മിസ്റ്റർ പോത്തൻ കാട്ടുപോത്തിന് കാട്ടുനീതി അറിയാം. നാട്ടുനീതി അറിയാത്ത ഈ പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു കാര്യം മനസ്സിലാക്കണം. ഒരു കാലത്ത് ഞങ്ങളെ പൂക്കോയ തങ്ങളെ അറസ്റ്റ് ചെയ്തൊരു ജയിലുണ്ട് ഈ നാട്ടിൽ, പുതിയറ ജയിൽ. ഒരു പ്രകോപനപരമായ പ്രസംഗമല്ല, ഒരു ബസ്സും കത്തിച്ചതല്ല, ഈ പതാക പിടിച്ചു എന്ന ഒരൊറ്റ കാരണത്താൽ. തങ്ങളെ ലീഗ് വേണോ വീട് വേണോ എന്നാ ചോദ്യം. അന്നെൻ്റെ പൂക്കോയത്തങ്ങൾ ഈ കൊടി പിടിച്ച കാരണത്താൽ കോഴിക്കോട് പുതിയറ ജയിലിൽ പോയി കിടന്നു. കുഞ്ഞാലിക്കുട്ടിയെ കേരളത്തിന്റെ ആഭ്യന്തര പട്ടം നൽകിയിട്ട് പോലീസിന്റെ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഒരു കാലവും വരാതിരിക്കൂല. ഇത് വെള്ളരിക്കാ പട്ടണമൊന്നല്ല. അതുകൊണ്ട് ഞങ്ങളെ നേരെ വെടിവെച്ച ആ പോലീസ് ഉദ്യോഗസ്ഥൻ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇപ്പം എന്തായി? അതിന് മങ്ങലേറ്റു. ഇതൊരു സാമ്രാജ്യത്വത്തിൻ്റെ തലച്ചോറാണ്. സദ്ദാം ഹുസൈനെ തൂക്കാൻ കണ്ട ദിവസം ബലിപെരുന്നാളിനാ ആഘോഷത്തിന് മങ്ങലേറ്റു. ഒന്ന്. രണ്ടെന്താ ദുരുദ്ദേശം? നമ്മൾ ആഘോഷ ദിവസത്തിൽ നമ്മൾ ഒരാളെ കൊന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ഹാലിളകുന്ന കരുതിയത്. അതുപോലെ കാസർകോട്ട് ഇവർ കരുതി. പക്ഷേ ആരോപണങ്ങൾക്ക് ഒക്കെ എത്ര പ്രകോപനങ്ങളുടെ രൂപമെടുത്താലും ആത്മസംയമനം പാലിക്കാൻ പരിശീലനം സിദ്ധിച്ച പാണക്കാട്ടെ തങ്ങളുടെ പടയണി വളരെ മനോഹരമായി ആ അണികളെ പിടിച്ചു നിർത്തുകയാണ് ചെയ്തത്. അതുകൊണ്ട് ഇത് കേരളത്തിൽ അന്തസ്സാകുന്ന രൂപത്തിൽ എങ്ങനെ പോകണം എന്നുള്ളത് പഠിപ്പിച്ചു നീങ്ങുന്നൊരു സംഘടന. ഇതിന് പുതിയ ബദലാകാൻ ചില ആളുകൾ അതാ പുതിയ കോലത്തിൽ വരുന്നു. അവർ കഴിഞ്ഞ റമദാനിൻ്റെ പിരിവിന് വന്നപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ പിരിവിൻ്റെ ഉദ്ദേശം? നോട്ടീസിൽ പറയുന്നു, നിങ്ങളുടെ സക്കാത്ത് ഫണ്ടിൽ നിന്നൊരു വിഹിതം ഞങ്ങൾക്ക് തരിക. ഞങ്ങൾ അവരോട് പറഞ്ഞു, എന്താ സക്കാത്ത് ഫണ്ടിൻ്റെ വിഹിതത്തിന് നിങ്ങൾക്ക് അവകാശം? പരിശുദ്ധ ഖുർആനിലുണ്ട്, ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിലുണ്ട് സക്കാത്തിൻ്റെ അവകാശികൾ. ഫഖീർ, മിസ്കീൻ, ആരിം, കടം കൊണ്ട് വലഞ്ഞവൻ, മുഅല്ലഫത്ത് ഖുലൂബ്, പൊതുവിശ്വാസിയൊക്കെ. നിങ്ങളിതിൽ ഏത് ഗണത്തിൽപ്പെടും? അവർ പറഞ്ഞു, ഫീ സബീലില്ലാഹ്, ഞങ്ങൾ അള്ളാഹിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തു പോരുന്നവരാണ്.
അങ്ങനെ പിരിച്ച കാശ് കൊണ്ട് ആ കണ്ണൂരിലെ തെരഞ്ഞെടുപ്പിൽ